Next, let us see about C++ strings. C++ strings ne kurichu nokkam. So C++ strings are objects of class. ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് C++ strings. So while declaring an array, we have to specify the size of array or length of string. But for a string object, the size need not be specified. നമ്മൾ സ്ട്രിങ്ങിനെ array of characters ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സൈസ് മീൻസ് the length of string. Whereas for a string object, അതായത് ഒരു ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്ട്രിങ്സ് ഇരിക്കുന്നെങ്കിൽ നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. The string in C++ is a standard library function. So C++ string എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ആണ്. C++ string എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ആണ്. Whenever we want to use string or string manipulation tools, we must provide the appropriate #include directive. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങോ അല്ലെങ്കിൽ സ്ട്രിങ് മാനിപ്പുലേഷൻസിന് വേണ്ട ടൂൾസോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ആവശ്യമായ അപ്രോപ്രിയേറ്റ് #include directive കൊടുക്കണം. അതായത് ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സ്ട്രിങ് എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ ഏത് ഫയലിലാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഫയലിനെ നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. So C++ strings are objects of class. C++ strings are objects of class. അതുകൊണ്ടുതന്നെ there is no need to specify length of string or array size. അത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് there is no need to specify the size of the array or length of string. String in C++ is a standard library function. So നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയൽ ഏതാണെന്ന് വെച്ചാൽ #include string.h. We can declare variables of string type just like built-in data type. We can declare variables of string type just like built-in data type. Built-in data type പോലെ നമുക്ക് string type വരുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. Like example, string name. നമ്മൾ int n എന്ന് പറയുന്ന പോലെ string name എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതായത് string data ടൈപ്പിലെ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഒരു സ്ട്രിംഗ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് the variable name will be initialized with an empty string containing no characters. നമ്മൾ ഒരു സ്ട്രിംഗ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വേരിയബിൾ നെയിമിനകത്ത് ആദ്യം empty string ആയിരിക്കും ഇനീഷ്യലൈസ് ആവുക. Then C++ allows to directly initialize, assign, compare and reassign string variables with suitable operators as well as printing and reading. നമുക്ക് സ്ട്രിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ഓഫ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്ത പോലെ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ഉള്ള വേരിയബിൾസിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിനകത്ത് എംപ്റ്റി സ്ട്രിംഗ് ആയിരിക്കും ഇനീഷ്യലൈസ് ആവുക.
Then C++ strings allows you to directly initialize, assign, compare and reassign string variables with suitable operators as well as printing and reading. നമ്മൾ സാധാരണ വേരിയബിൾസിന് എന്തെല്ലാം ചെയ്യോ അതുപോലെ സ്ട്രിംഗ് വേരിയബിളിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം, അസൈൻ ചെയ്യാം, കമ്പയർ ചെയ്യാം, റീഅസൈൻ ചെയ്യാം, പിന്നെ പ്രിന്റ് ചെയ്യുക, റീഡ് ചെയ്യുക എല്ലാം ചെയ്യാം യൂസിങ് സൂട്ടബിൾ ഓപ്പറേറ്റേഴ്സ്. Now if you are using plus operator, you can use plus operator to add or concatenate two strings without modifying original contents. To add or concatenate രണ്ട് സ്ട്രിങ്സിനെ ആഡ് ചെയ്യാനോ കോൺകാറ്റിനേറ്റ് ചെയ്യാനോ വേണ്ടി നമുക്ക് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ രണ്ട് സ്ട്രിങ്സിനെ നമുക്ക് കോൺകാറ്റിനേറ്റ്, അതായത് കമ്പൈൻ ചെയ്തെടുക്കാം. സ്ട്രിങ്സിന്റെ കണ്ടന്റ്സ് ഓൾട്ടർ ചെയ്യാതെ നമുക്ക് അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്തെടുക്കാം ഓർ കമ്പൈൻ ചെയ്തെടുക്കാം വിത്തൗട്ട് modifying original contents. സ്ട്രിങ്ങിന്റെ ഒറിജിനൽ കണ്ടന്റ്സിനെ മോഡിഫൈ ചെയ്യാതെ തന്നെ രണ്ട് സ്ട്രിങ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സെഗ്മെന്റ് മാത്രമേ എഴുതുന്നുള്ളൂ, ഹാഷ് ഇൻക്ലൂഡ്, ഇവിടെ നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് iostream.h, ഹാഷ് ഇൻക്ലൂഡ് conaya.h, അത് കഴിഞ്ഞ് ഹാഷ് ഇൻക്ലൂഡ് string.h ഉപയോഗിക്കാം. Then void main string name, name എന്നൊരു string variable നമ്മൾ ഡിക്ലെയർ ചെയ്തു. Then string name1 equal to John. name1 എന്നുള്ള സ്ട്രിങ്ങിന് നമ്മൾ ജോൺ എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. string name2 equal to Thomas. അപ്പോൾ name2 എന്നുള്ള സ്ട്രിംഗ് വേരിയബിളിനെ നമ്മൾ തോമസ് എന്ന് ഇനീഷ്യലൈസ് ചെയ്യും. നമ്മൾ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ്. name equal to name1 plus name2 and cout name. നമ്മൾ name1 plus name2, name1 എന്ന് പറയുന്നത് ജോണും name2 എന്ന് പറയുന്നത് തോമസ്. സോ cout name. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഈ എഴുതിയിരിക്കുന്നതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജോൺ തോമസ് ഇങ്ങനെയായിരിക്കും വിത്തൗട്ട് സ്പേസ്. കാരണം ഫസ്റ്റ് സ്ട്രിങ്ങിൽ ജോൺ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് സ്ട്രിങ്ങിൽ തോമസ് മാത്രമേ ഉള്ളൂ. സ്പേസസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് കോൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ അടുപ്പിച്ച് പ്രിന്റ് ആവും. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. String name1 equal to John, string name2 equal to Thomas, then name1 plus equal to name1 plus
equal to name2 cout name1. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, ആദ്യം നെയിം വണ്ണിന്റെ കൂടെ ഒരു സ്പേസ് ആഡ് ചെയ്തു, ദെൻ നെയിം വണ്ണിനകത്ത് ജോൺ കഴിഞ്ഞ ഒരു സ്പേസും കൂടെ വരും. അത് കഴിഞ്ഞ് ആ നെയിം വണ്ണിന്റെ കൂടെയാണ് name2 ആഡ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് വിൽ ബി John space Thomas. Now, for C++ strings, all the typical relational operators work as expected to compare either C++ string or a C++ string and either a C++ string or a static string in quotes. നമുക്ക് ഇവിടെ relational operator യൂസ് ചെയ്യാം, greater than, less than, greater than, അതുപോലുള്ള relational operators നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. Relational operators can be used to compare strings or string and static string in quotes. രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങും ഒരു കോഡ്സിനകത്ത് വരുന്ന സ്റ്റാറ്റിക് സ്ട്രിങ്ങും കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ നോക്കാം. സ്ട്രിങ് pass, getLine, scene, pass. അപ്പം എന്താണ് ഇവിടെ നമ്മൾ പാസിനകത്ത് ഇൻപുട്ട് ചെയ്യും. if pass equal to xyz cout permit to enter. നമ്മളിവിടെ പാസ് എന്നൊരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു. ഇനി ആ പാസിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു ത്രൂ കീബോർഡ്. എന്നിട്ട് ചെക്ക് ചെയ്യുന്നത് ആ പാസിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കുന്ന സ്ട്രിങ് XYZ എന്നുള്ള സ്റ്റാറ്റിക് സ്ട്രിങ് ഇൻ കോഡ്സ്. ഇതാണ് സ്റ്റാറ്റിക് സ്ട്രിങ് എന്ന് പറയുന്നത്. രണ്ട് സ്ട്രിങ്സ് നമ്മൾ സ്ട്രിങ് വേരിയബിൾസ് കമ്പയർ ചെയ്യുന്നതിന് പകരം ഒരു സ്ട്രിങ്ങിനെ നമ്മൾ സ്റ്റാറ്റിക് സ്ട്രിങ്ങുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സോ getLine scene pass ഉപയോഗിച്ച് പാസിനകത്ത് ഒരു സ്ട്രിങ് നമ്മൾ ഇൻപുട്ട് ചെയ്യും ത്രൂ കീബോർഡ്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ പാസിനകത്ത് ഇൻപുട്ട് ചെയ്തേക്കുന്ന സ്ട്രിങ് XYZ ഈക്വൽ ആണോ അല്ലേ. ഈക്വൽ ആണെങ്കിൽ പെർമിറ്റ് ടു എൻ്റർ എന്ന് പ്രിന്റ് ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സും സ്ട്രിങ്സിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ടു കമ്പയർ ഐദർ strings or a C++ string and either a C string or a static string in quotes. രണ്ട് C++ സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിങ് ആൻഡ് സ്റ്റാറ്റിക് സ്ട്രിങ് ഇൻ quotes or C string. C സ്ട്രിങ്ങും C++ സ്ട്രിങ്ങും കൂടെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് C++ സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിങ്ങും സ്റ്റാറ്റിക് സ്ട്രിങ്സ് ഇൻ quotesഉം കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കാം, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. സോ C++ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അറേ സൈസ് അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെങ്ത് ഓഫ് സ്ട്രിങ് സ്പെസിഫൈ ചെയ്യണം. വെറാസ് സ്ട്രിങ് ഒബ്ജക്റ്റിനാണെങ്കിൽ സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല.